തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ജീവിതത്തിൽ എന്നും പരാജയങ്ങളുടെ ഒരു തുടർക്കഥ മാത്രമായിരുന്നു. പഠിക്കാൻ തീരുമണ്ടൻ, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കോമാളി വേഷം കെട്ടി അന്നത്തെ സൂപ്പർ സ്റ്റാർ ജയനെ പോലെ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് അങ്ങനെ ഉഴപ്പി തല്ലി നടന്ന ഒരു ബാല്യവും കൗമാരവും. അതിനുശേഷം യുവജനങ്ങളുടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ആ ധ്യാനത്തിൽ വെച്ച് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാകും. ദിവ്യകാരുണ്യമായി കർത്താവ് ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞ അനുഭവം. അതിനുശേഷം എഴുത്തും വായനയും അറിയാതിരുന്ന ഇദ്ദേഹത്തെ പരിശുദ്ധ മാതാവിന്റെ പ്രത്യേകമായ ഒരു ഇടപെടലിലൂടെ അറിയാതെ വായിച്ചു പോവുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതിൻ്റെ രത്നച്ചുരുക്കം. അദ്ദേഹത്തെ ദൈവം നടത്തിയ ആ അനുഭവങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. ബ്രദറെ, ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഈ മാതാവ് ഇടപെട്ട് ഈ അന്നിങ്ങനെ ജപമാല രഹസ്യം അവസാനത്തെ 5-ാമത്തേത് അത് അങ്ങനെ അങ്ങ് വായിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ, ലൈഫിൽ ആദ്യ സംഭവമാണ്. സ്കൂളിൽ വെച്ച് ഒരിക്കൽ പോലും ഒരു വാക്ക് ചേർത്ത് വായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരിക്കല് അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ വായിച്ച് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അപ്പൊ വീട്ടില് ആൾക്കാരും ഒക്കെ ഉണ്ട്, വീട്ടിനടുത്തൊക്കെ ഉള്ളവരുണ്ട്, ഒരു സന്ധിക്ക ചേച്ചിയുണ്ട്, പിന്നെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ പാഠപുസ്തകം എടുത്തുനിന്ന് വായിക്കുക, അമ്മ ഒന്ന് കേക്കട്ടെ എന്താ പറഞ്ഞപ്പം അമേരിക്ക എന്ന് വായിക്കേണ്ടതിന് പകരം അമ്മേക്കാന്ന് വായിച്ചു. അപ്പൊ നമുക്ക് ഒരു വാക്ക് പോലും നമുക്ക് ചേർത്ത് വായിക്കാൻ മാത്രം സാധിക്കില്ല. ഒരിക്കല് അമ്മയുടെ കൂടെ, അത് വളരെ ഒരു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്തുമാത്രം ഒരു മാറ്റം ഉണ്ടാവുന്നു എന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു. എനിക്ക് ഒരു 17 വയസ്സുള്ളപ്പം, 17 വയസ്സ് പ്രായമുള്ള ഒരാള് അമ്മയുടെ കൂടെ കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ നിന്ന് കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ ശക്തികുളങ്ങര ഉപാസന എന്ന് പറയുമ്പോൾ ഒരു 15 കിലോമീറ്റർ ആണ്. അപ്പൊ ഒരു അന്ന് 50 ദിവസം ആണ് ടിക്കറ്റ്, 50 ദിവസം ടിക്കറ്റാണ്. പക്ഷെ ആ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയത്തില്ല. ചവറ എന്ന ബോർഡ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ശക്തികുളങ്ങരയ്ക്ക് വരേണ്ടതിന് പകരം തിരിച്ച്, അതായത് അങ്ങോട്ട് അമ്മയുടെ കൂടെ, അപ്പോൾ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുന്നൊരു 17 വയസ്സുകാരൻ ചവറ എന്ന ബോർഡ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് ശക്തികുളങ്ങരയ്ക്ക് വണ്ടി കയറുന്നതിന് പകരം കൊട്ടിയത്തേക്ക് വണ്ടി കയറി. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അപ്പൊ ഞാൻ വിചാരിക്കുന്ന നീല വണ്ടി എല്ലാം ശക്തികുളങ്ങര വഴിയാണ് പോകുന്നത്. അത്രേ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടുന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് കയറി വന്നത്. അന്നിങ്ങനെ വായിച്ചപ്പോ എന്താ ശരിക്കും ഫീൽ ചെയ്തത്? ഈ പരിശുദ്ധ അമ്മ അതെടുത്ത് വായിക്ക് കുഞ്ഞെന്ന് പറയുന്ന സമയത്ത് ഒരു വലിയ സാധനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, ഒരു വലിയ പ്രകാശം നിറയുകയും എൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യുകയും, ആ ബുക്ക് എടുക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്, എൻ്റെ ശരീരം മുഴുവനും വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഞാൻ അതെടുത്ത് വെച്ച് വായിക്കുകയാണ്. കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ, അതെല്ലാം വായിച്ചു. എത്രയും ദൈവം അത് ചൊല്ലുക. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമുക്ക് ഈ നിങ്ങൾ ഈ ഇപ്പൊ കുറെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ധ്യാനങ്ങൾ കൂടുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നല്ലോ ഈ കാണാപ്പാടമുള്ള ലുത്തിനിയൊക്കെ, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് എവിടാ ആര് ശ്രദ്ധിക്കുന്നു? അന്ന് നമുക്ക് ഇത് ഒന്നാമത്തെ കാര്യം, അന്ന് നമുക്ക് പ്രാർത്ഥനയോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണെന്നും നമുക്കറിയില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു അക്ഷരം തെറ്റുകൂടാതെ ഒരു കാര്യം പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. അത് കേട്ടാണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ വലിയ ആനന്ദം. ശരിക്കും എന്തോ ഒരു വലിയ അതിനേക്കാൾ ശരിക്കും നമ്മുടെ ഈ പേപ്പട്ടി വശത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ലൂയി പാസ്റ്റ് പറഞ്ഞില്ലേ, ഞാനത് കണ്ടുപിടിച്ചു, ഞാനത് കണ്ടെത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിക്കാഗോ തെരുവിലൂടെ ഓടിയ സംഭവമൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എന്റെ ഉള്ളില് ഇത് പറ്റാത്ത നേരെ ഇത് ഈശോയാണോ അതെന്റെ മാനുഷികതയാണോ എന്ന് അറിയാൻ വേണ്ടി നേരെ
റൂമിലേക്ക് ചെന്ന് ബൈബിൾ എടുത്ത് തുറന്ന്, അപ്പോ കിട്ടിയത് സങ്കീർത്തനം, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ഈ ഒരു സങ്കീർത്തനം അത് മുഴുവനും വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്റെ കൂടെയുള്ള സഹോദരന്മാരോട് ഞാൻ ആദ്യമായിട്ട് പറയാണ്, സഹോദര, ഞാൻ ഈ വായിച്ചത് ശരിയാണോ? അപ്പൊ അവര് പറഞ്ഞു ശരിയാ. എന്തു പറ്റി? ഞങ്ങൾ സഹോദര, നമ്മളെ ഈ ഉപവാസ ദിവസമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് തെറ്റുകൂടാതെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ കണ്ടാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഒത്തിരി സ്ലോ ഉണ്ടായിരുന്നു, മന്ദഗതിയൊക്കെ ഉണ്ടായിരുന്നു, സംസാരത്തിലൊന്നും അത് പക്ഷെ അറിയത്തില്ല. പക്ഷെ നമ്മള് വായിച്ചപ്പോ അങ്ങനെ അവരും പറഞ്ഞപ്പോ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ബൈബിള് നിരത്തി വെക്കാതെ യാത്രയിൽ വായിക്കുക, രാത്രിയില് നേരം വെളുക്കുന്നത് വരെ മുറ്റത്തൊക്കെ പോയിരുന്ന് വായിക്കുക, അടച്ചിട്ട പള്ളിയുടെ പുറത്ത് പോയിരുന്ന് ബൈബിള് വായിക്കുക. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് തോമസ് പോൾ ബ്രദറിന്റെ ഒരു സാക്ഷ്യം കേൾക്കാനോടെ ബ്രദർ ട്രെയിനിൽ വെച്ച് ബൈബിള് വായിക്കുന്ന ഒരു കാര്യം കേട്ടു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പിന്നീട് അങ്ങോട്ട് ബൈബിള് നിലത്ത് വയ്ക്കാൻ തോന്നില്ല. ആ പുസ്തകങ്ങൾ വായിച്ചത് തന്നെയും പിന്നെയും വായിക്കുക. ആ സമയങ്ങളിലെല്ലാം ഞാൻ എതിനാണോ വില കൽപ്പിച്ചിരുന്നത് അതെല്ലാം ഉച്ഛിഷ്ടമാണെന്ന് ഈ വചനം എന്നോട് പറയാൻ തുടങ്ങി. എൻ്റെ അഹങ്കാരത്തിന് അറുതി വരാൻ തുടങ്ങി, സ്വാർത്ഥതയ്ക്ക് മാറ്റം തുടങ്ങാൻ തുടങ്ങി, ദുർമോഹത്തിന് വിടുതല് പൂർണ്ണമായിട്ടും എന്ന് പറയാനില്ല, എങ്കിലും ഗ്രാജുവലായിട്ട് മറ്റൊന്ന്. പിന്നെ എല്ലാരെയും മാനിക്കണമെന്ന് തോന്നി, വൃദ്ധരെ സ്നേഹിക്കണമെന്ന് തോന്നി, രോഗികളെ ശുശ്രൂഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ബൈബിള് വായിച്ചപ്പോ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് തോന്നി. അതുവരെ നമ്മൾ 5 പൈസ ആർക്കും കൊടുക്കത്തില്ല, ഉണ്ടായാലും കൊടുക്കത്തില്ല. അങ്ങനെ പുണ്യപ്രവർത്തികളൊന്നും അറിയത്തില്ല. ഈ ബൈബിള് വായിച്ച് അതിന്റെ ഊർജ്ജം ഉള്ളിലേക്ക് വന്നപ്പോൾ പാവപ്പെട്ടവരോട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ പിന്നെ തെരുവിലേക്ക് ഇറങ്ങി. അതാണ് ചെയ്തത്. വീടുകളിൽ പോയി പൊതിച്ചോറ് കളക്ട് ചെയ്യുക. അന്ന് കുറച്ച് അമ്മമാര് തരും പൊതിച്ചോറ്. ഇന്ന ദിവസം വരെ ഞങ്ങക്ക് ഒരു പൊതിച്ചോറ് തരാമോ? അപ്പൊ അന്ന് പാർട്ടിക്കാരൊന്നും ഇതുപോലെ കൊടുക്കുന്നൊന്നുമില്ല. അതല്ല, പാർട്ടിക്കാർ പോകില്ല. പക്ഷെ അന്ന് അങ്ങനെയുള്ള കാര്യമൊന്നും പൊതിച്ചോറൊന്നും കൊടുത്തിട്ടില്ല. അത് കർത്താവിന്റെ ഒരു കാരുണ്യത്താല് കൊല്ലം പട്ടണത്തില് ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും പള്ളിത്തിണ്ണകളിലും ആശുപത്രി വരാന്തകളിലും ഒരുപാട് പേര് അന്ന് കൊടുക്കാൻ അനുവാദവും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പലരും അനുവദിക്കുന്നുമില്ലല്ലോ. അതൊരു വിഭാഗത്തിൻ്റെതാക്കി മാത്രം മാറ്റിക്കളഞ്ഞു. അപ്പോ ബന്ദ് സമയങ്ങളിലും തിരുനാൾ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലൊക്കെ കടകളൊക്കെ പലപ്പോഴും അടഞ്ഞു കിടക്കുമ്പോൾ വഴിയാത്രക്കാർ പോലും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ പലർക്കും പല വീട്ടുകാർ തന്ന അതിനകത്ത് ചെറിയ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ, എന്നാലും അത് കൊണ്ടുപോയി അങ്ങനെ പൊതിച്ചോറുകൾ തെരുവിൽ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ശക്തമായ മഴ പെയ്യുക. ഇപ്പൊ ഞങ്ങളൊരു വീട്ടില് ഒരു 7 മണിക്കാ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, എനിക്ക് തണുക്കുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതെന്നാ ഇപ്പൊ ഇങ്ങനെ തണുക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കാർക്കും തണുക്കുന്നു എന്ന് വെച്ചു. അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കേൾക്കുക, എനിക്ക് തണുക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേറ്റിങ്ങിന് വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ആ അമ്മച്ചി വിളിച്ചു, അമ്മച്ചി എനിക്കൊരു പുതപ്പ് തരാമെന്ന് ചോദിച്ചു. അമ്മച്ചി എന്തിനാ മോനെ? ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അമ്മച്ചി പോയി 2 പുതപ്പ് എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്കറിയാവുന്ന വീടുകളിലൊക്കെ ഒരു കുടയെടുത്ത് സൈക്കിളും ചവിട്ടി പോയി ഒരു 4-5 പുതപ്പുകൾ കളക്ട് ചെയ്ത് ഒരു ലേഡി ബേർഡ് സൈക്കിൾ അന്ന് വേറൊരാൾ തന്നതാണ്. ആ സൈക്കിളിന്റെ ഫ്രണ്ടിൽ വെച്ച് തെരുവിൽ പോവുകയാണ്. കടത്തിണ്ണകളിൽ കിടക്കുന്ന അങ്ങനെ ബെഡ്ഷീറ്റുകൾ. അപ്പൊ ഇവരെ ചെന്ന് വിളിക്കും. ഇവര് പേടിച്ചു പോകും, ചിലപ്പോൾ ഉപദ്രവിക്കാനാണോ കിടക്കുകയാണ്. അപ്പൊ ഇവരെടുത്ത് ചോദിക്കും,
പുതപ്പ് വേണം. അപ്പൊ ഇവര് പൈസ വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയും അല്ല, ഇത് ഈശോ തന്നതാ, നിങ്ങൾക്ക് തണുക്കുന്നെന്ന് ഈശോ പറഞ്ഞ്, ഇത് തരട്ടെ, ഇത് മേടിക്കാവോ? അവര് മേടിച്ചു. അങ്ങനെ വള്ളിക്കീഴ് എന്ന് പറഞ്ഞ കൊല്ലത്തെ ഒരു സ്ഥലം, അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു മനുഷ്യൻ കിടക്കുക. അപ്പോ അവിടെ ചെന്ന് ആ മനുഷ്യനോട് ചോദിച്ച് ഷീറ്റ് വേണോ? അപ്പൊ അയാൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഷീറ്റൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ ഷീറ്റൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ ചുമ്മാതെ കിടക്കുക. അല്ല ചേട്ടനെ തണുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലോ? ഞാൻ ഈ ഷീറ്റ് തരാം, ബെഡ്ഷീറ്റ് തരാം. അല്ല പൈസ ഒന്നുമില്ല. പൈസ വേണ്ട, ചേട്ടന് ഇത് തന്നെ. അപ്പൊ ചേട്ടന് ഇത് ഈശോ തന്ന ഷീറ്റാ, ബെഡ്ഷീറ്റാ. അപ്പം അമ്പലത്തിന്റെ തിണ്ണയിൽ കിടക്കുക. അപ്പൊ ആ മനുഷ്യനെ നോക്കി, ചേട്ടാ എവിടുന്നാ? ഞാൻ പറഞ്ഞു തൊട്ടടുത്താ. അപ്പോ ഞാൻ എന്താ ചേട്ടാ ഇവിടെ കിടക്കുന്ന എന്താ? എന്നെ പറഞ്ഞു എനിക്ക് ഈ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. എന്തു പറ്റി? എൻ്റെ ഭാര്യ എന്നെ കിടത്തത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത, ഒരു വയലന്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു മാനസിക പ്രശ്നമാണ്. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അതുകൊണ്ട് എന്നെ കൊല്ലാൻ നോക്കും രാത്രിയാകുമ്പോ. അപ്പൊ പുള്ളി പക്ഷെ വേറെ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം ചെയ്യാവോ? ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ദേവമാതാ സ്കൂളിൽ ഞായറാഴ്ച ഒരു ജീസസ് യൂത്തിന്റെ പ്രെയർ ഉണ്ട്, ചേട്ടന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ വന്നാ ചേട്ടൻ്റെ ഭാര്യയെ ഈശോ സുഖപ്പെടുത്തും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട് ചേട്ടാ. ഇപ്പൊ ചേട്ടൻ ചോദിക്കാതെ ഈശോ ഈ ഷീറ്റ് തന്നില്ലേ, അതുപോലെ ചേട്ടൻ ചോദിക്കാതെ ഈശോ ചേച്ചിയെ സുഖപ്പെടുത്തും. ഇത് പറഞ്ഞു ആ സ്ഥലവും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിറ്റേ ഞായറാഴ്ച 2 മണിക്ക് ഞങ്ങള് വാടിയിലെ സ്കൂളില് കോൺവെന്റില് അവിടെ ഒരു മുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ചേട്ടനും അതിൻ്റെ ഒരു പെൺകുട്ടിയാ, മകളും ഭാര്യയുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഒരാളെ സുവിശേഷ വേലയുടെ ഭാഗമാക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല ഇത് സുവിശേഷ വേലയാണെന്നോ ഇങ്ങനെ നമ്മൾ വിളിച്ച ആൾക്കാർ വരുമെന്നോ ഒന്നും അറിയുന്നില്ല. അപ്പൊ അവര് ആ കൂട്ടായ്മയെ പങ്കെടുത്തു. അവർക്ക് ആശ്വാസം കിട്ടി. അവരിപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ വന്നു, അവർ വചനം കേട്ടു, പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പൊ ഇത് നമ്മുടെ ആദ്യകാലങ്ങളിലുണ്ടായ അനുഭവങ്ങളാണ്. ഇതുപോലെ പല പിന്നീട് അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹമായി. കുട്ടികളുടെ ഇടയിലാണ് ആദ്യം സുവിശേഷം പറഞ്ഞു തുടങ്ങിയത്. അതൊരു സിസ്റ്ററമ്മ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ പെൺകുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ മാതാപിതാക്കള് ഉണ്ട്, പക്ഷെ നോക്കാൻ ഇല്ലാത്ത ഹോസ്റ്റൽ ഏരിയയിലുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ ഒരു സിസ്റ്റർ, വിമല ഹൃദയ കോൺഗ്രിഗേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ടൈറ്റസ് മേരി അമ്മയെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ സിസ്റ്ററമ്മയാണ് ആദ്യമായിട്ട് സുവിശേഷം പറ മോനെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തി തരുന്നത്. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബ്രെഡൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥനകള് ഏറ്റുചൊല്ലിച്ചു, സ്തുതിപ്പിച്ചു, കണ്ണടപ്പിച്ചു, ഈശോയെന്ന് വിളിപ്പിച്ചു. കൂടുതലും ഇങ്ങനെ സ്തുതിപ്പ്, കയ്യടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് സുവിശേഷ വേല രൂപപ്പെടുന്നത്. അവിടെയാണ് സുവിശേഷ വേല തുടങ്ങുന്നത് കുഞ്ഞുങ്ങളുടെ. അപ്പൊ അത് ആ സുവിശേഷ കുഞ്ഞുങ്ങളുടെ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൊക്കെ ഇങ്ങനെ പിന്നെ ഓരോരുത്തരൊക്കെ അറിഞ്ഞ് പതുക്കെ വിളിച്ച് അവരുടെ കൂടെയൊക്കെ പോയി അങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം കൂടുതൽ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ഇരിക്കണം. ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. പക്ഷേ അതിനകത്ത് ഏറ്റവും ഒരു പ്രശ്നം, നമ്മുടെ ശക്തികുളങ്ങരയിൽ ദിവ്യകാരുണ്യ ചാപ്പലില്ല, അന്നില്ലായിരുന്നു. ശക്തികുളങ്ങരയിൽ നിന്ന് ദിവ്യകാരുണ്യ ചാപ്പലിൽ പോകണമെങ്കിൽ എങ്ങനെ പോയാലും 20 രൂപ ചെലവാ പോയി വരണമെങ്കിൽ. അന്ന് നമുക്ക് 20 പൈസ ഇല്ല. അപ്പം പല ദിവസങ്ങളിലും വീട്ടുകാർ ചോദിച്ചാൽ തരും, പക്ഷെ അവരെപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും വേറെ ജോലിക്കൊന്നും തിരിയുന്നില്ല, പോകാൻ നമുക്ക് പ്രചോദനവും വരുന്നില്ല. അപ്പൊ ആൾക്കാർ കുത്തുവാക്കുകൾ പറയുന്നുണ്ട്, ഇവനെന്തോ കള്ളത്തരമായിട്ട് വന്നിരിക്കുക, ഇവര് ജോലിക്ക് പോകാനുള്ള മടിയാ,
ഇവരങ്ങനെ ഇവരെ സൂക്ഷിക്കണം, ഇതിനകത്തൊക്കെ എന്തോ തന്ത്രമുണ്ട്. അങ്ങനെ പല രീതിയിലും പല പരിഹാസങ്ങള്, തിരസ്കരണങ്ങള്. ഞാൻ ഓർക്കുക, എൻ്റെ കൂട്ടുകാര് തന്നെ എന്നെ പരിഹസിച്ച ഒരു സംഭവം ഓർക്കുക. ശരിക്കും ഞാൻ ഈ 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വായിക്കാനൊക്കെ പറ്റി ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ നാട്ടിലോട്ട് വരിക. എങ്ങനെയാ അറിഞ്ഞു, എൻ്റെ കൂട്ടുകാരറിഞ്ഞു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വരും. അപ്പൊ ഒരാൾ എന്നെ കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, ശക്തികുളം സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പൊ വാന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി ബൈക്കിൽ കയറ്റി. അപ്പൊ ഞാനോർ ദൈവമേ, ഇവർക്കൊക്കെ എന്നോട് ഇത്രയും സ്നേഹം കൂടിയോ, എന്നെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന. അങ്ങനെ കൊണ്ടുപോയി ശക്തികുളങ്ങര പള്ളിയുടെ മുറ്റത്ത് നിർത്തിയിട്ട് അപ്പൊ നോക്കുമ്പോൾ എല്ലാവരും കൂടി കൈയടിച്ച് വരികയാണ്, ഭയങ്കര സ്വീകരണം. അപ്പൊ ഞാൻ നോക്കി, ഇതെന്താ ഇങ്ങനെ? എന്നിട്ട് ഒരാള് സെമിത്തേരി പോയി കല്ലറയിൽ കിടക്കുന്ന ഒരു പൂമാല എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കഴുത്തിൽ പരസ്യമായി ഇട്ടിട്ട് പറയാണ്, ഒരു വിശുദ്ധൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു. സുവിശേഷത്തെ പ്രതി എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരമാണ്. അന്നെനിക്ക് വേദനയാ, പക്ഷേ ഞാൻ ആ മാല, എനിക്ക് സങ്കടമുണ്ട്. ഒരാളുടെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പരസ്യമായിട്ട് എൻ്റെ 10-13 കൂട്ടുകാര് അത്രയും ഒരു എന്താ പറയാ കൾച്ചറില്ലാത്ത ഒരു തമാശക്ക് ചെയ്തതാ, തമാശ ചെയ്ത. പക്ഷെ നമുക്ക് അത് വേദനാജനമാണ്. ഞാൻ ഇത് ഇങ്ങനെ ഊരി എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വിശുദ്ധനല്ല, പക്ഷെ ഒരിക്കൽ യേശു എന്നെ വിശുദ്ധനാക്കും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോഴാണ് എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത മനസ്സിലാവുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന യേശു കേട്ടു. ഏറ്റവും അധികമായിട്ട് മാനസികമായും ശാരീരികമായും തളർത്തിയ കൂട്ടുകാരിൽ 4 പേര് ഇന്ന് ശക്തരായ സുവിശേഷകരാണ്. അതിലൊരാള് വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യും, മിഷണറി ആയിട്ട് നിൽക്കുകയാണ്. ഒരാള് വിശ്വാസ ജീവിതത്തിന്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പോകുന്നു. ഏറ്റവും അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഡിവൈനിൽ വെച്ച് 22 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു കൂട്ടുകാരൻ മാറി. അദ്ദേഹം ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു പള്ളി പണിക്ക് ഇഷ്ടിക വെച്ച് സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ആളാ, എല്ലാം മാറ്റി വെച്ച് ഇപ്പം സുവിശേഷ മിഷണറി ആയിട്ട് പോവുക. അപ്പൊ പ്രാർത്ഥന പാടല്ല. 22 വർഷം മുമ്പ് കൂട്ടുകാരന്റെ മേലിട്ട പ്രാർത്ഥന 2024 ആയപ്പോ ദൈവം അത് ഫലമണിയിച്ചു. തിരസ്കരണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകൾ. അതെല്ലാം നമ്മൾ അത് നമ്മള് എരുതിയിൽ ചാടാമെന്ന ആളാണ്. അപ്പൊ മറുചട്ടി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ നിർണ്ണയിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അപ്പൊ വേദന ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം ആശ്വാസം കണ്ടെത്തിയ ഇടം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ സന്നിധിയാണ്. ഈശോയോട് പോയിരുന്ന് എല്ലാം പറയും. എന്ത് വേദന വന്നാലും, എന്ത് സന്തോഷം വന്നാലും, ആരെന്ത് തന്നാലും, ആർക്കെന്ത് കൊടുത്താലും അത് ഈശോയോട് പറയുന്ന ഒരു രീതി ഞാൻ അറിയാതെ ഈശോ ഉണ്ടാക്കി തന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥനയും. ഒരു സങ്കടം വന്നാൽ എനിക്ക് ഇന്ന സങ്കടമുണ്ട് ഈശോയെ, ഒരു സന്തോഷം വന്ന ഈശോയെ എനിക്ക് ഇച്ചിരി സന്തോഷം, ഒരാൾ എന്നോട് നല്ല വാക്ക് പറഞ്ഞു ഈശോയെ, ഒരാള് കുറ്റപ്പെടുത്തി ഈശോയെ, ഞാൻ ആ വ്യക്തി എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞു കേട്ടോ ഈശോയെ. അങ്ങനെ എല്ലാം ഈശോയോട് പറയുന്ന ഒരു രീതിയിലേക്ക് മനസ്സ് മാറി. അതിനുശേഷം ഈശോ ഒരുപാട് യുവജനങ്ങളിലേക്ക് സുവിശേഷത, പ്രത്യേകിച്ച് ആത്മീയ വളർച്ചയ്ക്ക് സഹായിച്ച തോമസ് പോൾ ബ്രദർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ആന്തരിക വിശുദ്ധീകരണ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ നയിച്ചത് ബ്രദറാണ്. പിന്നെ കുറേ അധികം നാള് നമ്മുടെ OCD അച്ഛന്മാര്, ട്രിവാൻഡ്രത്തെ OCD അച്ഛന്മാര് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജോൺ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആത്മീയമായിട്ട് നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും, ബ്രദർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, കൊട്ടിയത്ത് വെച്ച് അവിടെ ഇത് ജില്ലസ് ബ്രദറും ഈ മന്ന എന്ന് പറയുന്നൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്, തെരുവിലെ ഭക്ഷണം. അപ്പൊ അത് ഇങ്ങനെ ഒരു അവിടെ ബ്രദറിനെ അതിങ്ങനെ സന്തോഷ് ബ്രദറിന്റെ ശുശ്രൂഷ
കൊട്ടിയത്ത് അവിടെ വരുമ്പോ ഓടിപ്പോവും. ഇതെല്ലാം ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വ്യക്തികളാണ്. പിന്നീട് ബ്രദറിന്റെ വിവാഹ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാ? സാധാരണഗതിയില് ഈ ശുശ്രൂഷകര് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായോ? തീർച്ചയായിട്ടും. ആദ്യമൊക്കെ എനിക്ക് ഈ ആത്മീയമായിട്ടുള്ള ഈ ആവേശം കയറിയിട്ട് അങ്ങനെ ആവേശം കൊണ്ട് ആദ്യം വിചാരിച്ചു വിവാഹമൊന്നും കഴിക്കണ്ട, ഏകനായി നടക്കാം. പിന്നീട് മുന്നോട്ട് പോകും തോറും കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതും പിന്നെ ഒരു വിവാഹ ജീവിതമാണ് വിളിയെന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു ജീവിത പങ്കാളിയെ തരണം. അപ്പൊ ഈശോയോട് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, ഈശോയെ ഒരു അപ്പനില്ലാത്തൊരു മകളെ എനിക്ക് വേണം, ഒരു അനിയത്തി ഉണ്ടായിരിക്കണം, ആ മകൾക്ക് ഒരു അനിയത്തിയും ചേട്ടൻ, അത് എനിക്ക് അവരെ കുറച്ചുകൂടെ എനിക്ക് കരുതാനും കുറച്ചുകൂടെ എനിക്ക് സ്നേഹിക്കാനും കുറച്ച് അവർക്കൊരു അപ്പനാകാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പിന്നീട് ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു വിദ്യാഭ്യാസമുള്ള, എനിക്ക് പഠിത്തമില്ല ഈശോയെ, വിദ്യാഭ്യാസമുള്ള ഒരു മകളെ എനിക്ക് തരണം. അത് മാത്രമല്ല, ഞാനായിട്ട് ഒരു വീട്ടിലും പോയി ഒരു കൊച്ചിനോടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നെ വിവാഹം കഴിക്കാവോ എന്ന് ചോദിക്കത്തില്ല. എൻ്റെ വീട്ടുകാരെയും ഞാൻ വിടത്തില്ല. എന്നോടൊരമ്മ ചോദിക്കണം, എനിക്കങ്ങനെ വിളി ഉണ്ടെങ്കിൽ ഒരമ്മ എന്നോട് ചോദിക്കണം, മോനെ എനിക്കൊരു മകളുണ്ട്, മോന് സ്വീകരിക്കാവോ? ഇതാണ് അടയാളം വെച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പള്ളിയിൽ യൂത്തിന്റെ ഒരു ധ്യാനം ചെയ്യാനായിട്ട് പോവുകയാണ്. കൊല്ലത്തുനിന്ന് ചേർത്തല വരികയാണ്. അവിടെയാണ് എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നത്. ഞാൻ വിവാഹം കഴിച്ച് ചേർത്തലയിൽ നിന്നാണ്, മണപ്പുറം പൂച്ചാക്കല്, അവിടെയാണ്. വൈഫിന്റെ പേര് ജിൻസി എന്ന. ഒരു അനീത്തി കൊച്ചുണ്ട്, സിസ്റ്ററാണ്. പിന്നെ മമ്മി, പപ്പ മുമ്പേ മരിച്ചുപോയി. നമ്മൾ പറഞ്ഞ നിബന്ധനകളെല്ലാം അനുസരിച്ചുള്ള ബന്ധം. അപ്പം ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചു, ആ ധ്യാനിപ്പിക്കുന്ന പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരമ്മ, ആ പള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന അമ്മയാ. ആ അമ്മ ചോദിക്കുക, മോനാണ് ഇവിടെ ധ്യാനിപ്പിച്ചത്? ഞാൻ പറഞ്ഞ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വല്ല പ്രാർത്ഥനാ നിയോഗമായിരിക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ, മോൻ എവിടുന്നാ? അപ്പൊ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇവരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, എന്ത് പറ്റി? എനിക്ക് 2 മക്കളാ, ഒരാള് സിസ്റ്ററാവാൻ പോയി, ഒരാളിപ്പം BCom ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കാണാനൊക്കെ സുന്ദരിയാ, എന്നെപ്പോലെ. അമ്മ പറയാണ്, എൻ്റെ മോക്കൊരു നല്ല മകനെ കിട്ടാൻ പ്രാർത്ഥിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നല്ലൊരു മകനെ കിട്ടാൻ പ്രാർത്ഥിക്കാം. ഇത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ നമ്പർ എഴുതി വെക്കാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് കാണാതെ അറിയത്തില്ല എൻ്റെ നമ്പർ. ഞാൻ പേപ്പറിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് വേറൊരു പള്ളിയിലോട്ട് പോകുമ്പോൾ ഈ അമ്മ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മോന് വിവാഹം കഴിക്കാമെന്ന്. ഞാൻ കണ്ടിട്ടില്ല, കൊച്ചിനെ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ യേശു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്, മോന്റെ നമ്പർ തരാം, മോന്റെ വീട്ടുകാരെ ഒന്ന് വിളിക്കാനാ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ കർത്താവ് ക്രമീകരിക്കുന്നതാണ്. അതിന് നമ്പർ കൊടുത്തു. എന്നിട്ട് എപ്പോഴും ഞാൻ ജിൻസിയെ കണ്ടൊന്നുമില്ല, അറിയത്തുമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറയുകയാണ്, എനിക്ക് പഠിത്തമില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മകൾക്ക് പഠിത്തമുണ്ട്, നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ മകള് സുന്ദരിയാണ്, എന്നേക്കാൾ നല്ലൊരു മകനെ കിട്ടും. അപ്പൊ അവരെൻ്റെ അടുത്ത് പറയാ, എൻ്റെ ജീവിത പങ്കാളി മരണക്കിടക്കയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മകളെ ഒരു സുവിശേഷകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മോനെ കണ്ടപ്പോ എനിക്കതാണ് എൻ്റെ ഉള്ളിൽ വന്ന, അതുകൊണ്ടാ അമ്മ ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടില് അവര് വിളിച്ചു, സംസാരിച്ചു, 1 കൊല്ലം പ്രാർത്ഥിച്ചു.
അതിനുശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. കുഞ്ഞുങ്ങളായിട്ടില്ല. ഈ വിവാഹത്തിന്റെ സമയങ്ങളിൽ തന്നെയാണെങ്കിലും സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങൾ. പക്ഷേ 5 പൈസ കയ്യിലെടുക്കാനില്ലാത്ത ആളെ 1000 പങ്കെടുത്ത ഒരു വിവാഹം ദൈവം നടത്തി. 5 പൈസ. ഇന്ന് ഓരോരുത്തർ ഒരു വിവാഹമൊക്കെ നടത്താൻ എന്ത് ബുദ്ധിമുട്ടാണ്. 5 പൈസ. അപ്പോ കർത്താവ് അതെല്ലാം മനോഹരമാക്കി. ഏകദേശം 7 അച്ഛന്മാര് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി കടന്നു വരിക, അനവധി നല്ല കൂട്ടുകാരെല്ലാം വരികയും പ്രാർത്ഥനാപൂർവം കർത്താവ് പങ്കെടുത്ത. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ജീവിത പങ്കാളി ഇപ്പൊ ഒരു സ്കൂളില് മണപ്പുറത്ത് ജോലി ചെയ്യാൻ CMA അച്ഛന്മാരുടെ ഒരു സ്കൂളില് ഓഫീസ് സ്റ്റാഫായിട്ട്. ഇപ്പം ഒരു 12 വർഷമായിട്ട് പ്രിയപ്പെട്ട ഷാജിയച്ഛന്റെ കൂടെയാണ്. അച്ഛന്റെ കൂടെ അച്ഛനെ യാദൃശ്യമായിട്ട് അന്ന് ഡിവൈനിൽ അച്ഛൻ വന്നു ഉച്ചയ്ക്ക് ആ യൂത്തിന്റെ ആ ശുശ്രൂഷയുടെ മധ്യ അച്ഛൻ ഒരു പ്രാർത്ഥന പാട്ടാക്കി പാടി. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഷാജിച്ചനെ കാണുന്നത്. അപ്പൊ ഈ അച്ഛൻ ഏതാ? വലിയൊരു സന്തോഷവും സമാധാനം. അന്ന് കണ്ട അച്ഛന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പൊ പിന്നീട് അച്ഛൻ്റെ അമ്മയമ്മ തായെ പാട്ടൊക്കെ മരിയനൊക്കെ ഇറങ്ങിയ സമയങ്ങളിൽ ആ പാട്ട് ഞങ്ങൾ ഒരു വീട്ടിനകത്ത് സുഗന്ധവാഹിനി അമ്മേ നിൻ സുധനെ വാഴ്ത്തുന്നു എന്ന പാട്ട് ഒരു മുക്കാടുള്ള ഒരു ബ്രദർ ഒരു CD തരികയും ഞങ്ങളെ ശക്തികുളങ്ങരയുള്ള വീട്ടിനകത്ത് ആ CD ഇട്ട് സുഗന്ധവാഹിനി അമ്മേ നിൻ സുധനെ വാഴ്ത്ത പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മേലും മഞ്ഞ് വന്ന് വീഴുകയാണ്. നമുക്ക് കാണാവുന്ന രീതിയിൽ ഒരു കുളിർമയല്ല, ഒരു മഞ്ഞ് വന്ന് വീഴുകയാണ്. അങ്ങനെയാണ് അച്ഛനോട് കൂടുതൽ സ്നേഹം തോന്നുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അച്ഛന്റെ പള്ളിയിൽ ഒരു 73 മണിക്കൂർ ആരാധന നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബിനോയ് ബ്രദറും അതിന് വന്നിട്ടുണ്ട്, സന്തോഷ് ബ്രദറും ഒക്കെ വന്നിട്ടുണ്ട്, മറ്റേ മനോജ് ബ്രദർ അവരൊക്കെ ചേർന്ന് ചെയ്ത. അപ്പൊ അന്ന് അവിടെ ആ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കാൻ ചെന്നതാണ്. അപ്പൊ പങ്കെടുക്കാൻ ചെന്നപ്പോ ഇതുപോലെ അച്ഛന്റെ രാത്രി അച്ഛൻ ചെയ്യേണ്ട ഒരു ശുശ്രൂഷ അന്നത്തെ അവര് എന്നോട് അല്പസമയം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്യുകയും അന്ന് തൊട്ടാണ് അച്ഛനുമായിട്ടൊരു ഹൃദയമെടുപ്പ്. ഇപ്പം അതിനുശേഷം അച്ഛന്റെ കൂടെയുള്ള ശുശ്രൂഷകളാണ്. ഇപ്പൊ അച്ഛന്റെ സമ്പൂർണമായ അച്ഛന്റെ ഒരു സ്നേഹവും കരുതലും അച്ഛന്റെ തിരുത്തലുകൾ എൻ്റെ ആത്മീയ ജീവിതം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആത്മീയ ജീവിതം ഈ മെച്ചപ്പെടാനായിട്ട് അതിനടുക്കും ചിട്ടയും വരാനായിട്ട് എന്നെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എന്നെ താങ്ങിയ ആള് ഷാജിച്ചനാണ്. എൻ്റെ എനിക്കും ഷാജി അച്ഛനെ കുറിച്ചുള്ള ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. ഒരുപാട് എന്താ പറയാ, എല്ലാവരോടും ഒരു കരുതലും ആ ഒരു സ്നേഹവും ഒക്കെ അപൂർവം. ഞാൻ ഒത്തിരി സ്ലോ ഒരാളാണ്. ഈ സ്ഥിരത ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അസ്ഥിരതയുണ്ട്. സ്ഥിരത ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യത്തില്ല, കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തത്തില്ല. അങ്ങനെ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു, ഒരുപാട് വൈകല്യങ്ങളുണ്ട്. അച്ഛൻ്റെ കൂടെ നിന്നപ്പോൾ അച്ഛനൊരു മോനെ പോലെ ഒരു സഹോദരനെ പോലെ അത് പറഞ്ഞു തന്നു, അതിന്റെ കാരണം പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ കൃത്യതയില്ലായ്മ കൊണ്ട് തന്നെ എൻ്റെ നല്ല ബന്ധങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. ഒത്തിരി സുവിശേഷകർക്ക് വേദന അതുമൂലം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷകർ പലർക്കും സമയത്ത് ചെല്ലാതെയും കൃത്യമായിട്ട് എത്താതെയും ഒത്തിരി പേർക്ക് വേദനയുണ്ട്. പക്ഷെ ഒരു 80% നമ്മളെ അതിൽ നിന്ന് മാറാനൊക്കെ അച്ഛന് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോഴും അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനോടൊപ്പം നിന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഈശോ വടക്കേ ഇന്ത്യയില് നമ്മുടെ മിഷൻ സ്റ്റേഷനുകളിൽ പോകാനായിട്ട് കർത്താവ് അവസരം നൽകി. ബോംബെ, പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ, ബീഹാർ അങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിൽ പോകുന്നുണ്ട് അച്ഛനുമുണ്ട്. ഓക്കെ ബ്രദറെ, ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ അങ്ങയുടെ ഈ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുമ്പോൾ.
ശരിക്കും ഈ കാലഘട്ടത്തിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ കർത്താവിന് വേണ്ടി നിലപാടെടുത്ത് ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്ക് ബ്രദറെ ഇതിൽ ഒത്തിരി സ്പർശിച്ച ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്കത് പ്രത്യേകമായിട്ടൊന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കൊക്കെ വളരെ കുഞ്ഞുനാളിൽ മുതൽ തന്നെ എഴുത്തും വായനയൊക്കെ സാധ്യമാകാനായിട്ടുള്ള ബുദ്ധിയും കഴിവും പ്രാഗൽഭ്യവും ഒക്കെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കറിയാം ഇത് കേൾക്കുന്ന പലർക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരുണ്ട്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ എത്ര പേര് വിശുദ്ധ ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കുന്നു? എഴുത്തും വായനയും അറിഞ്ഞുകൂടാതിരുന്ന, വായിക്കാൻ കഴിവില്ലാതിരുന്ന അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ കർത്താവ് ഇടപെട്ട് വായിക്കാനുള്ള കഴിവ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ എവറസ്റ്റ് കീഴടക്കിയതുപോലെ, അല്ല അതിനേക്കാൾ അപ്പുറത്ത് എന്തോ ഒരു മഹാ അത്ഭുതം, അത് അത്ഭുതം തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ബൈബിള് താഴ്ത്തി വെക്കാതെ നിരന്തരമായിട്ട് ബൈബിൾ വായിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ നടത്തിയ വഴികൾ നമുക്കറിയാം. എന്നെ ഇത് ഒത്തിരി സ്പർശിക്കുകയുണ്ടായി. അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ ബൈബിൾ കുറെ കൂടെ സമയമെടുത്ത് വായിക്കാനുള്ള ഒരു പ്രചോദനം കേൾവിക്കാരായിട്ടുള്ള ഷെക്കന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. വളരെ ഒത്തിരി സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.